കസിൻ്റെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുറേ വളയും മാലയും ഇതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് മേടിച്ചതാണ്. കണ്ടോ, നല്ല റോസ് കളർ. എൻ്റെ കൈമേൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വള മാത്രമേ കയറുള്ളൂ. അപ്പം ഞാനത് തന്നെ എന്ത് ചെയ്യും, നല്ല അത്യാവശ്യം വട്ടത്തിലുള്ളതാണ്. എൻ്റെ വലത്തെ കൈ ഭയങ്കര പാടാണ് കയറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിപ്പമുള്ള വളകൾ മേടിച്ചതാണ് കേട്ടോ. ഈ 4 അത്യാവശ്യം നമുക്ക് കൈമേൽ ഇടാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇനി ഒരിടത്തും പോകുമ്പോൾ അതിടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഗോൾഡൻ വളകളാണ്. അതൊരു 6 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിടാം. ഇതെന്ന് വെച്ചാൽ നല്ല ഷെല്ലിൻ്റെ തന്നെ വളകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ഒരെണ്ണമായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. അത്യാവശ്യം ഒരു 30 രൂപയൊക്കെ വരും കേട്ടോ ഒരെണ്ണത്തിന്. അത്ര റേറ്റൊക്കെ ഉള്ളൂ. അങ്ങനത്തെ. അപ്പോൾ ഇതും ഞാൻ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ് കളറുള്ള വള മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഏതോ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്ത് വെക്കണം. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം ഒരു ചെപ്പിലാക്കി വെക്കും. നമ്മളിങ്ങനെ എപ്പോഴും എടുക്കുന്ന ചെപ്പുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോവും. പിന്നെ ഇത് ഞാൻ നാളെ മേടിച്ച കമ്മലാണ്. പക്ഷേ ഈ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കാരണം ഇട്ടാലും ഭംഗിയുണ്ട് നമുക്ക്. കണ്ടോ. അപ്പോൾ ഇതും മാറ്റി എടുത്ത് വെക്കണം. പിന്നെ ഒരു പാദസരം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ മണി ഉള്ളതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം. ഇനി അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഇടുള്ളൂ. സ്ഥിരമായിട്ട് വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കേടുവരും ചെയ്യും, കളറൊക്കെ പോവുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് ഞാൻ ഇങ്ങനത്തെ മേടിച്ചതാണ്. ഡിസൈനൊന്നും ഇല്ലാണ്ട് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും മേടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മണി ആയിട്ടുള്ളതും മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു ബോക്സിലാക്കിയിട്ട് ഇനി വെക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ മാലയൊക്കെ ആക്കിയിട്ട് ഇടാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ കാരണം. പിന്നെ ഇത് ഞാൻ മേടിച്ചൊരു കമ്മലാണ്. ഇത് പക്ഷെ ഇട്ടിട്ട് നല്ല ഭംഗി. പിന്നെ നമ്മുടെ ഈർക്കിൽ സ്ലൈഡൊക്കെ ഞാൻ ഇതുപോലൊരു കാർഡുമേൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടാവാണ്ട് കിട്ടും. പിന്നെ ബോക്സിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ട് അലമ്പുമ്പോൾ അതിന് തന്നെ ഒരു കേടാവും. അപ്പോൾ ഞാൻ തന്നെ ഇതുപോലൊരു കാർഡുമേൽ ഇതുപോലെ വെക്കും. അതുപോലെ തന്നെ യൂപ്പിനും ഞാൻ ഇതുപോലൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ തന്നെ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇട്ട് വെക്കും. യൂപ്പിനും നമ്മൾ മുല്ലപ്പൂ ഒക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലതാട്ടോ. ഞാൻ ഇതുവരെ യൂപ്പിന് നമ്മളായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. വല്ലയിടത്തും പോകുമ്പോൾ ആരെങ്കിലും വെച്ച് തന്നാൽ ഉപയോഗിക്കുന്നതല്ലാണ്ട് നമ്മൾ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നല്ല പോലെ തോന്നി. നമ്മൾ സ്ലൈഡ് പോലെ തന്നെ അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് യൂപ്പിന്. ഞാൻ ഇതെന്തായാലും ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറേ സൂചികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബണ്ണുകളാണ് കേട്ടോ. 1 2 3 4 ഉണ്ട്. അപ്പോൾ ബണ്ണുകൾ ഞാൻ 3 എടുത്തേക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വളകൾ ബ്ലാക്ക് ആയിട്ടുള്ള വളകളുണ്ട്. പിന്നെ ഇതാട്ടോ ഞാൻ പറഞ്ഞ റെഡ് വള. അത്യാവശ്യം എൻ്റെ കളറിന് അത്യാവശ്യം മാച്ചായിട്ട് തന്നെ കിട്ടി. മെറൂണാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ഈ വളകളൊക്കെ ഞാനൊരു പാത്രത്തിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചതൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ. നമുക്കിത് എടുത്ത് വെക്കണം. പിന്നെ ഇതെൻ്റെ ലിപ് ബാമാണ്. റോസ് കളറാണ്, പക്ഷെ നല്ല ഷെയ്ഡ് തരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ഷെയ്ഡ് കാരണം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണമെന്നില്ല. അപ്പം ഞാൻ വളകളൊക്കെ ഇട്ട് വെക്കുന്ന ചെപ്പ് ഇതാണ് കേട്ടോ. ഇതിലാവുമ്പോൾ സേഫായിട്ട് ഇരുന്നോളൂ. അപ്പം ഞാൻ വളകൾ ഇതുപോലെ ഇതിൽ ഇട്ട് വയ്ക്കും. വൈറ്റ് സ്റ്റോൺ മാത്രം ഞാൻ പുറത്തൊക്കെ ഇടാനായിട്ട് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അത് മാത്രം പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെപ്പിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അതിൽ വെക്കാം. മുകളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ജിമിക്കയും ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജിമിക്കി കമ്മലും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കമ്മലുണ്ട് കണ്ടോ. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വെക്കുകയാണ്, കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു മാലയും ഇതിൽ വെച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. മാല ഇത് സിമ്പിളായിട്ടുള്ള നെക്ലസ് ആട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത്ര ഓവറായിട്ടല്ല, നല്ല തിളക്കമുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ ഇനങ്ങാതെ ഇതിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാൻ അതും കൂടെ വെച്ചിട്ട് ഇത് അടച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കമ്മലുകൾ ഇതിലേക്കൊന്ന് ആക്കണം. അത്യാവശ്യം കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കമ്മലാട്ടോ അതിലുണ്ട്. ഞാൻ കുറേ നാളായി ഇതിട്ടിട്ട്. കണ്ടോ, ഇതിനൊക്കെ ഏറ്റവും വില കുറവാണ്. 10 റുപ്പീസിന് ഞാൻ മേടിച്ചതാണിത് നമ്മൾ ഉത്സവത്തിനൊക്കെ പോയപ്പോൾ. പക്ഷേ ഇപ്പോഴൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇങ്ങനത്തെ കമ്മലിനൊക്കെ.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കമ്മലുകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ജിമുക്കി ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ നേരത്തെ കാണിച്ച നമ്മുടെ കമ്മലുകൾ, പിന്നെ ഇതായി ഇങ്ങനത്തെ വലിയ ഇത്, ഇനി നമുക്ക് യുപ്പിനും കൂടി എടുത്ത് വയ്ക്കാം. ഇർക്കിൾ സ്ലൈഡ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി യുപ്പിന് നമ്മുടെ യുപ്പിൻ്റെ ബോക്സാണ് ഇപ്പോൾ ഇത്, ഇതിൽ തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു ഞാൻ. നമുക്കിതുപോലെ കല്യാണം വരുമ്പോൾ ആവശ്യമല്ല, ഇതിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഏതായാലും ഇതിൽ പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിലാവുമ്പോൾ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പാത്രത്തിലിട്ടേക്കുമ്പോൾ എന്തോരോ സ്ഥലം പോവുക. ഇതിലാവുമ്പോൾ ആ ചെപ്പിൽ തന്നെ അത് ഇരുന്നോളൂ. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും ആവശ്യം വരുന്നതാണ്. ഞാൻ ഒരു ചെപ്പിലാക്കി തന്നെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമൊന്നുമില്ല, ഇത് വല്ല കല്യാണമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ആവശ്യം. അപ്പോൾ ഇത് അതുപോലൊരു ബോക്സിൽ ഞാൻ വിചാരിച്ചു എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിലെൻ്റെ ബണ്ണും കാര്യങ്ങളും പൊട്ടൊക്കെയാണ് കേട്ടോ ഇതിൽ കണ്ടോ. കുഞ്ഞി പൊട്ടുണ്ട്, വലുതുണ്ട്, പിന്നെ കുറച്ച് ബണ്ണുകളൊക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു നമ്മൾ യുപ്പിനും കൂടെ വെക്കാം, അതുപോലെ തന്നെ ഇർക്കിൾ സ്ലൈഡും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ടിക്കുകളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുമ്മേ തന്നെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. സ്ഥിരം കുത്തലായാലും ഞാൻ അതുപോലെ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ കിടന്ന് കേടാവും. പുറത്തിരിക്കുന്നേക്കാൾ നല്ലതുപോലെ ഒരു ചെപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാളവിടെ ഇരുന്നോളും. ഞാൻ ഇതിൽ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡ്, പിന്നെ ബണ്ണുകൾ ഞാൻ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിലാകുമ്പോൾ ഇവിടെ ഇരുന്നോളും. പിന്നെ ഒരു പൊട്ടും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വെച്ചു ഇതിൽ. പിന്നെ ഇതിൽ വേറെ ഇനിയൊന്നും വെക്കാനില്ല, അപ്പോൾ അത് ഇതിൽ അടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറച്ച് കമ്മലുകൾ കൂടി ഉണ്ടായിരുന്നു. ഇതെന്ത് വരണം ഞാണ്ട് എടുക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന കമ്മലുകളാട്ടോ കണ്ടോ. ഇതിനൊക്കെ 20 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്, സിമ്പിളായിട്ട് ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു പെയർ പോലത്തെ കണ്ടോ. പിന്നെ ഒരു ഷെല്ലിൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു, ഇത് കണ്ടോ. ഇത് നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ തന്നെ വെച്ചു. ഇനി വേറെ പാത്രം അന്വേഷിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ വെച്ചു കേട്ടോ. അതോ പിന്നെ സൂചികൾ കല്യാണത്തിന് വേണ്ടി കുറേ അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇനി എവിടെയെങ്കിലും എടുത്ത് വെക്കണം. പിന്നെ ഇതൊക്കെ എനിക്ക് വീട്ടിൽ വല്ലയിടത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വളകളാട്ടത് കണ്ടോ. ബ്ലാക്ക്, അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കുറേ ഉണ്ടായിരുന്നു, ഒന്നും കാണാനില്ല, ഇപ്പോൾ 3 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കും, നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഇടാനുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ സൂചി അതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചെടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ കയ്യിലുള്ള ലിപ് ബാമുകളും ഞാൻ ഇതിൽ തന്നെ വയ്ക്കും. ലിപ് ബാം 2 ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് നല്ല റോസ് ഷെയ്ഡാണ് കണ്ടോ. അത്യാവശ്യം നല്ല കളറും ഉണ്ട്, നമുക്ക് ലിപ് ബാം തന്നെ ഉപയോഗിച്ചാൽ മതി. ലിപ്സ്റ്റിക്ക് എനിക്കധികം ഇഷ്ടമല്ല. അപ്പോൾ അതും പിന്നെ ഞാൻ ഒരു ചെറിയ ആട്ടത്, ഇത് അത്യാവശ്യം കളറ് കുറവാണ് കണ്ടോ. കളറില്ല, നമുക്കിത് തോന്നുന്നതാണ്. അപ്പം ഞാൻ ലിപ് ബാം ഏതായാലും ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നുള്ളത് നമ്മുടെ മാലയും അതുപോലെ തന്നെ കമ്മലുകളാണ്. പാദസരവും ഉണ്ട്. പാദസരവും ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വള വെച്ച ചെപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചത്. വല്ലപ്പോഴും എടുക്കുന്ന സാധനമാണ്. അപ്പം ഞാൻ അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിലവിടെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഇതും കൂടെ അതിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അടച്ചു. അപ്പോൾ ഒരുവിധം അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ജോഡി കമ്മലും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതേതായാലും ഇതിലും കൂടെ വെച്ച്. കമ്മലിൻ്റെ സെക്ഷൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇവിടെയൊന്നും കാണാനില്ല, ഇവിടെ നിന്നൊരു വള മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ കമ്മൽ ഞാൻ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ ഒരു മാലയാണ്, സിമ്പിളായിട്ടുള്ള ചെയിൻ കേട്ടത് ഉണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടയിൽ ആവശ്യം വരും, അതാണ് ഞാൻ ഇത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത് ഏതായാലും അടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാലയും അതുപോലെ തന്നെ ഈ വള ഞാൻ നമ്മുടെ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്, കാരണം എനിക്ക് ആവശ്യം വരും. പിന്നെ ഈ ഇതും അത് നമ്മുടെ ഇൻവിസിബിൾ പോലെ ഉണ്ടാക്കിയ മാലയും ഞാൻ
വേറെ ഏതെങ്കിലും ബോക്സിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പൊട്ട് ഞാൻ ഇതിൽ വെക്കാൻ മറന്നതാണ്, ഇതിൽ വയ്ക്കാം. അങ്ങനെ ഏകദേശം ടേബിളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ മേടിക്കലും അതുപോലെ തന്നെ ഇടലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ബാക്കി കുറച്ച് ഡ്രസ്സുകൾ ഇടാനുണ്ട്, അതുപോലെ തന്നെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ചെയ്യാം.